മാതൃഭൂമി ന്യൂസ് മലയാളം ഇന്ന് മലപ്പുറം ജില്ലക്കാർക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്തയാണ് ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. നമുക്കൊരു യാത്ര പോയാൽ എവിടേക്കാണെന്നല്ലേ? എവിടേക്കാണ് സുബീർ സാർ? പത്തനംതിട്ടയിലെ വളരെയേറെ ഭംഗിയുള്ള ഒരു പ്രദേശമായ ഗവിയിലേക്കാണ് നമ്മുടെ യാത്ര. ഗവിയിലേക്കാണ് യാത്ര. ഒട്ടേറെ ചിലവുകളുണ്ട് സാധാരണ രീതിയിൽ നമുക്ക് ഗവിയിലേക്കൊരു യാത്ര പോകാൻ. എന്നാൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഈ യാത്ര മലപ്പുറം ജില്ലക്കാർക്ക് സാധ്യമാക്കി തരുന്നത് ആരാണ്? നമ്മുടെ KSRTCയുടെ പുതിയൊരു പദ്ധതിയാണ്. നിലമ്പൂർ ഡിപ്പോയിൽ നിന്ന് ഗവിയിലേക്കൊരു യാത്രയാണ് KSRTC ആരംഭിക്കാൻ പോകുന്നത്. ബജറ്റ് ടൂറിസത്തിൻ്റെ വകുപ്പിൽപ്പെടുത്തി KSRTC നിലമ്പൂർ ഡിപ്പോയിൽ നിന്ന് ഗവിയിലേക്കുള്ള യാത്രയാണ്. വളരെ സുഖകരമായിട്ടുള്ള ഒരു യാത്രയാണ്. ഒരുപക്ഷെ സുബീർ സാറിനോട് ഞാൻ ചോദിക്കട്ടെ, ഈ ഗവിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഗവിയെ ധാരാളം. ഗവിയെ കുറിച്ച് സുബീർ സാർ ആദ്യമായിട്ട് കേൾക്കുന്നത് എപ്പോഴാണ്? നമ്മുടെ ബിജുമേനോനും തീർച്ചയായിട്ടും നമ്മളെല്ലാവരും മലയാളികളെല്ലാവരും ഒരുപോലെ ഗവിയെ കുറിച്ച് മനസ്സിലാക്കിയത് ആ സിനിമയുടെ പേര് പറയാമോ? ആ പേര് എന്റെ മനസ്സിലേക്ക് തീർച്ചയായിട്ടും ഓർഡിനറി എന്ന് പറഞ്ഞു കുഞ്ചാക്കോയും അതുപോലെ തന്നെ ബിജു മേനോനും അഭിനയിച്ചിരുന്ന ആ ഒരു സിനിമ നമ്മുടെ മനസ്സിനെ വല്ലാതെ കുളിർമ നൽകി. കാരണം അതിന്റെ ആ സ്ക്രീനിൽ ആ നാടിന്റെ ഒരു പച്ചപ്പ്, അതുപോലെ തന്നെ അവിടുത്തെ ആ സുഖകരമായ ഒരു ക്ലൈമറ്റ്, ഇതൊക്കെ നമുക്ക് ആ സിനിമയിലൂടെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. KSRTCയുടെ പ്രാധാന്യത്തെ കുറിച്ച്, സുന്ദരമായ നാടിനെ കുറിച്ചൊക്കെ ജനങ്ങളിലേക്ക് മുമ്പിലേക്ക് എത്തിച്ച ഒരു സിനിമയായിരുന്നു ഓർഡിനറി. തീർച്ചയായിട്ടും ആ സിനിമ കണ്ട ആളുകൾക്ക് എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവും ആ നിമിഷം തന്നെ, എനിക്ക് ഗവി ഒന്ന് കാണണം. എന്താണ് ഗവിയിലേക്ക് പോവാനുള്ള നിയമം? ഒരുപാട് ചെറുപ്പക്കാർ പോയിട്ടുണ്ട്. ഒരുപാട് നിയമ തടസ്സങ്ങളും വശങ്ങളൊക്കെ ഉണ്ട് അതിന്. പക്ഷെ ഇപ്പോഴാണ് കേരള ടൂറിസത്തിന്റെ ബജറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നിലമ്പൂർ ഡിപ്പോയിൽ നിന്ന് തന്നെ ഗവിയിലേക്ക് തൊട്ടടുത്ത് നിന്നാണ് ഇങ്ങനെ ഒരു യാത്ര സാധ്യമാക്കുന്നത്. അതും ഏകദേശം പത്തനംതിട്ട ജില്ലയിലെ ഒരു വനപ്രദേശമാണ്, ഒരു നിത്യഹരിത വനപ്രദേശമാണ്. തീർച്ചയായും വളരെയേറെ ഭംഗിയുള്ള പ്രദേശമാണ്. അതിൻ്റെ പിന്നെ കുന്നിൻ കയറി നിന്നാൽ നമുക്ക് ശബരിമലയിലേക്ക് കാണാൻ കഴിയുന്നതാണ്. തീർച്ചയായിട്ടും നമ്മുടെ നിലമ്പൂരും അതുപോലെ തന്നെ ഒരു വനപ്രദേശം തന്നെയാണ്. ആ വനപ്രദേശത്ത് മറ്റൊരു വനപ്രദേശം തേക്കിന്റെ നാട്ടിൽ നിന്ന് അയ്യപ്പന്റെ നാട്ടിലേക്ക്, ശബരിമല അയ്യപ്പന്റെ നാട്ടിലേക്ക്. ഈ അയ്യപ്പനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്, ഈ ഗവിയിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ചെറിയൊരു രീതിയിൽ ശബരിമലയുടെ ഒരു ഭാഗം കാണാൻ ആളുകളൊക്കെ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ക്ലൈമറ്റ്, നല്ല ക്ലൈമറ്റുമാണെന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. യാത്ര പോയിട്ടുണ്ട് ഗവിയിലേക്ക്. തീർച്ചയായിട്ടും നമ്മൾ തീർച്ചയായിട്ടും KSRTCയുടെ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ പോയിരിക്കണം. തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ആകാംക്ഷയോട് കാത്തിരിക്കുന്ന ഈ ഒരു കാര്യത്തിൽ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. എത്രയായിരിക്കും ഇതിന്റെ ചിലവ് എന്നുള്ളത്. അപ്പൊ നമ്മൾ ഡിപ്പോയുമായിട്ട് കേന്ദ്രീകരിച്ച് വിളിച്ച് അന്വേഷിച്ച് ജനുവരി 31-നാണ് ഈ യാത്ര ആരംഭിക്കുന്നത്. ജനുവരി 31-ന്, ഈ മാസം 31-നാണ് ഈ യാത്ര ആരംഭിക്കുന്നത്. ഇതിലുള്ള ഒരു പണച്ചിലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തുച്ഛമായ എമൗണ്ട് തന്നെയാണ് ഇവർ പറയുന്നത്. 3200 രൂപയാണ് ഈ എത്രയോ ചെറിയ കാരണം ഫുഡ് കാര്യങ്ങളൊക്കെ, ഭക്ഷണമുണ്ട്, ടിക്കറ്റ് ഉണ്ട്, അതുപോലെ തന്നെ അവരുടെ യാത്രാ സൗകര്യങ്ങൾ, മറ്റു വളരെ ചുരുങ്ങിയ ഒരു ചെലവിൽ ചെറിയ ചെലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൊട്ടടുത്തുള്ള യാത്രയിലെ ഭക്ഷണ ഫെയർ തന്നെ ഇതിൽ ഒരുപാട് ഒരു മന്തിക്കടയിൽ കയറിയാൽ തന്നെ 1000-1500 ചിലവാകുന്ന ഒരു കാലഘട്ടമാണ്. അവിടെയാണ് ഇത്രയും ദൂരത്തേക്ക് കൊണ്ടുപോയിട്ട് മനോഹരമായ കാഴ്ചകൾ കാണും. അവിടെ കാണുന്ന ജീവികളെ കുറിച്ച് പറഞ്ഞാൽ സുബീർ സാർ അത്ഭുതപ്പെടും. ചിലപ്പോൾ ആനയുണ്ട്, കടുവയുണ്ട്, അതുപോലെ തന്നെ പുലിയുണ്ട്, ഒട്ടും പ്രതീക്ഷിക്കാതെ കരടിയുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ സുരക്ഷകളും ഉണ്ടായിരിക്കും. വേഴാമ്പലുകളെ, അതുപോലെ തന്നെ മരംകൊത്തികളെ ഒക്കെ നേരിട്ട് കാണാനും. സിംഹത്തെ നേരിട്ട് കാണോ? സിംഹം നമ്മുടെ ഈ കേരളത്തിൽ ഇല്ലല്ലോ. ഓക്കെ, മൃഗശാലയിലല്ലേ ഉള്ളൂ. അതെ, കടുവകളെയൊക്കെ നേരിട്ട് കാണാം. കടുവയെ നേരിട്ട് കാണാം, പുലിയെ നേരിട്ട് കാണാം, കരടിയെ നേരിട്ട് കാണാം, ആനയെ നേരിട്ട് കാണാം. അതൊക്കെ അതിനൊക്കെ ഉള്ള സുരക്ഷയോട് കൂടിയിട്ടായിരിക്കും നമ്മളെയൊക്കെ അവിടെയൊക്കെ അവർ കൊണ്ടുപോകും. പിന്നെ ഈ യാത്രയെ മനോഹരമാക്കുന്ന ചിത്രശലഭങ്ങൾ, ഗവിയെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ വരുന്ന ചിത്രം തന്നെ അങ്ങനെ കുറെ ചിത്രശലഭങ്ങൾ, കുറെ കിളികളും പച്ചപ്പിടിപ്പും, അതുപോലെ കുന്നിൻ ചെരുവികളും, നല്ല ക്ലൈമറ്റും, ഇതൊക്കെയാണല്ലോ ഒരു ഗവിയെ കുറിച്ച് നമ്മൾക്ക് വരുന്ന ഒരു ചിത്രം അല്ലേ?
കണ്ടത് മനോഹരം, കാണാത്തത് അതിമനോഹരം എന്ന് പറയുന്ന പോലെ തന്നെ ഞാൻ തീർച്ചയായിട്ടും സുബീർ സാർ, ഞാൻ തീർച്ചയായിട്ടും ഈ യാത്രയുടെ ഭാഗമാണ്. കാരണം അത്ര ചെലവ് കുറഞ്ഞൊരു യാത്ര KSRTC നൽകുമ്പോൾ മലപ്പുറം ജില്ലയിൽ നിന്ന് യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എന്തായാലും ഈ ഒരു പദ്ധതി ഇഷ്ടമാകും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഇത് കൂടാതെ അവർ നടത്തുന്ന മറ്റ് യാത്രകൾ, പാക്കേജുകൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? ഒന്ന് വേറെയും പിന്നെ ബോട്ട് യാത്രകൾ, കപ്പൽ യാത്ര, ആഡംബര കപ്പൽ യാത്രയുണ്ട്. പിന്നെ ചെറിയ ചെലവുകളാണ്. ഇതൊക്കെ ടൂറിസം പാക്കേജിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം പദ്ധതി. തീർച്ചയായിട്ടും ടൂറിസം പാക്കേജിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നൽകുന്നത്. 31-ാം തീയതിയാണ് യാത്ര ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ 3200 രൂപയുള്ളൂ. ഇത് ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഒരു മാസത്തെ അല്ലെങ്കിൽ ഒരു പദ്ധതിയിൽ ഒരൊറ്റ തവണ നടത്തുന്ന പരിപാടി അല്ല എന്നുള്ളതാണ് പറയുന്നത്. എല്ലാ മാസങ്ങളിലും ഇത്തരത്തിലുള്ള യാത്രകൾ എന്നാണ് ഇതിന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ടൂറിസം പാക്കേജ് എന്ന് പറയുന്നത് തന്നെ അവരുടെ പദ്ധതി ഓരോ സമയത്തും, ഇപ്പോൾ നമ്മൾക്ക് വന്നത് നമ്മുടെ നിലമ്പൂർ ഡിപ്പോയിൽ നിന്ന് ഗവിയിലാക്കുകയാണെങ്കിലും തൊട്ടടുത്ത പദ്ധതി എന്ന് പറയുന്നത് ആഡംബര കപ്പലിലൂടെ നമ്മളുടെ പിന്നെ യാത്രകൾ, അങ്ങനെ വിവിധ നെല്ലിയാമ്പതിയുള്ള യാത്രകൾ സംഘടിപ്പിക്കും. അതൊക്കെ വളരെ കോസ്റ്റ് കുറഞ്ഞ രൂപത്തിലാണ് പിന്നെ ഈ ടൂറിസം പദ്ധതി നമുക്ക് മുൻപിലേക്ക് വെച്ചിട്ടുള്ളത്. അതൊക്കെ നമ്മളെല്ലാവരും ഉപയോഗപ്പെടുത്തണം ഇത്തരം അവസരങ്ങൾക്ക്. അതൊക്കെ വേറെ ഒരു എക്സ്പീരിയൻസ് ആവും. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയും ഫാമിലി ആയിട്ടൊക്കെ നമ്മൾ യാത്ര ചെയ്യാറുണ്ട്. പക്ഷേ ഒരു ഓർഡിനറി ബസ്സിൽ അതുപോലെ ഇത്ര സർക്കാർ വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും. അത് എല്ലാവരും ഒന്ന് ആസ്വദിക്കേണ്ട. അല്ലെങ്കിലും മലയാളികൾക്ക് KSRTC ബസ്സിലെ യാത്ര വലിയ ഇഷ്ടമാണ്. ആനവണ്ടി എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും യാത്ര ചെയ്യാൻ ഇപ്പോഴും സൗകര്യമായ കൈക്കാലുകളും സൗകര്യത്തോടു കൂടി വെച്ച് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യം ബസ്സിനകത്ത്. അപ്പോൾ നിലമ്പൂരിൽ നിന്ന് ഗവിയിലേക്കുള്ള യാത്രയിൽ നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഓരോരുത്തരും ഭാഗമാകണം. കാരണം ഇത് വലിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. KSRTC ഇത്തരത്തിൽ നല്ല ഒരു പദ്ധതി കൊണ്ടുവന്നതിൻ്റെ ഭാഗമാകാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട്. ഗവിയെ പോലുള്ളൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കേട്ടുപരിചയമുള്ളതായിരുന്നു ഈ സ്ഥലങ്ങളൊക്കെ. അതേപോലെ തന്നെ ഒരു സിനിമയിലൂടെ കണ്ടുപരിചിതമായ ഒരു സ്ഥലമായി മാറി. ഇനി നേരിട്ട് അനുഭവിച്ചറിയുന്ന ഒരു പ്രദേശമാക്കി നമുക്ക് ഈ യാത്ര മാറ്റാം എന്നുള്ളത്. തീർച്ചയായും നമുക്ക് ഇതിനെ ഭംഗിയുള്ളൊരു യാത്രയാണ്. ഇതെല്ലാവരും നമ്മളെല്ലാവരും ഈ ഒരു അവസരം ഉപയോഗിക്കണമെന്നാണ്. അവസരം ഉപയോഗിക്കുക, ഗവിയിലേക്ക് പോവുക, യാത്ര എൻജോയ് ചെയ്യുക. തീർച്ചയായിട്ടും ഞാനും സുബീർ സാറും ഈ യാത്രയുടെ ഭാഗമായിരിക്കും. നിങ്ങളും ഈ അവസരം ഉപയോഗിച്ച് നമുക്ക് ഒരുമിച്ച് ഗവിയിലേക്ക്, നിലമ്പൂർ ഡിപ്പോയിൽ നിന്ന് നമുക്ക് ഒരുമിച്ച് ഗവിയിലേക്ക് ഒരു യാത്ര പോവാം. തീർച്ചയായിട്ടും. അപ്പോൾ 1, 2, 3 ന്യൂസ് മലയാളം ഇന്നത്തെ ഈ വാർത്ത ഇവിടെ അവസാനിക്കുന്നു.